ഉണ്ണിയുടെ അടുത്തേക്ക് അത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ണി നമ്മൾ കണ്ടിട്ടുള്ളൊരു രീതിയിലല്ലാതെ വേറൊരു പരിവേഷമാണ് ഇതിനാവശ്യം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മുന്നിൽ പറയുകയും ചെയ്തിരുന്നു. ഉണ്ണി അത് വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കൊണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പോട് നമുക്ക് വെച്ചു. ഇപ്പം ഈ മസിൽ കുറയ്ക്കാൻ മസിലിൻ്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ണി എന്തോ ചവിട്ടിത്തിരിമും പരിപാടികളൊക്കെ ചെയ്ത് മസിൽ ബോഡി ഒക്കെ ലൂസാക്കി നല്ലോണം ട്രിമ്മായി. അത് ഉണ്ണിയുടെ ഭാഗത്തുനിന്നുള്ള ഡെഡിക്കേഷനും ഒരു എന്തോ അതിനുള്ള ആത്മാവസ്ഥ തന്നെയാണ്. പിന്നെ ഉണ്ണിയുടെ വർക്കിന് വളരെ കൂളാണ്. ഉണ്ണി വളരെ കൂളാണ്. ഒരു നമുക്കൊരു സ്റ്റാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ തന്നെ പറഞ്ഞു ബേസിക്കലി അതായത് ഫീൽ. ടെക്നിക്കൽ സൈഡിൽ ഞാൻ ഉൾപ്പെടെ കീ പൊസിഷനിലുള്ളതെല്ലാം പുതിയ ആൾക്കാരാണ്. ഞാൻ DOP എഡിറ്റർ കമ്പാരിറ്റീവ്ലി പുതിയതാണ്. ഒന്ന് രണ്ട് ചെറിയ ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു മെയിൻ സ്ട്രീം പക്ക കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം 2-3 കൊല്ലമായിട്ട് പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരുന്നു. കഥ ചർച്ച സമയം തിരക്കഥയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളായാലും പ്രീ പ്രൊഡക്ഷനായാലും എല്ലാവരും ഒരുമിച്ച് നിന്നുള്ള വർക്കായിരുന്നു. അപ്പം ഞാനും ധനേഷ് എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ DOP. ധനേഷ് SRFTയിൽ പാസ്സായി അവന് ഫസ്റ്റ് പടം. ഞാനും ധനേഷും തമ്മിൽ സ്ക്രിപ്റ്റ് ഓരോ സീനുകളും എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ചെയ്ത് മാറാം എന്നുള്ളതിനെ പറ്റി ഓരോ 2 റൗണ്ട് ഡിസ്കഷൻസ് കഴിഞ്ഞു. കാര്യം നമ്മൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയ പടം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ഷിഫ്റ്റിങ്ങും പിന്നെ ഓരോ സീൻ നമ്മളൊരു സീൻ ചെയ്ത് അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് ലൈറ്റപ്പ് കാര്യങ്ങൾ സംഭവം ഇത് എങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഒരു സീൻ ചെയ്തതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ എന്ത് പ്ലാനിങ് ആയിരിക്കും വേണം. അത് എല്ലാവരും തമ്മിലൊരു കോർഡിനേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതിനൊരു പരിധി വരെ ഞങ്ങളുടെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നിതീഷേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിതീഷേട്ടൻ ലാൽ സാറുമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഇവൻ്റെ വാദ്യ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ സിനിമ ചെയ്തപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പുള്ളി കാണിച്ചത് മനസ്സിലായ വഴി മനസ്സിലായി. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ സീനുകൾ പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ ഇന്ന് ഓരോ ദിവസം എത്ര സീനുകൾ നമുക്ക് ചെയ്യാമെന്നുള്ളതിനുള്ള പുള്ളിയുടെ പ്ലാനിങ് വളരെ ഷാർപ്പായിരുന്നു. അത് പുള്ളി ചാർട്ട് ചെയ്തത് എൻ്റെയും ധനേഷിൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ്. ഞങ്ങൾ എത്രത്തോളം സ്പീഡിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് പുള്ളി അത് ചാർട്ട്. സത്യസത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചാർട്ടിങ്ങിൻ്റെ ഭാഗത്തിൽ ഒരു ഏകദേശ ധാരണയായിരുന്നു. അതായത് ഫസ്റ്റ് ഡേ സീനുകൾ അതൊരു ഫസ്റ്റ് ഡേ ആയിരുന്നു കറക്റ്റ് പ്ലാൻ ചെയ്ത സാധനത്തിൽ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ളത് നമ്മളുടെ ഒരു സ്പീഡിനനുസരിച്ച് പുള്ളി അത് മണിക്കണക്കിലായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഡേ പുള്ളി 4 സീൻ ചെയ്തു. പക്ഷെ അന്ന് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് 5 സീനൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്പീഡിൻ്റെ കാൽക്കുലേഷനിൽ പുള്ളി പിന്നെ അതിനനുസരിച്ച് ഇത് സീൻ കഴിഞ്ഞ് നോക്കാൻ അതൊരു ബേസിക്കലി മനക്കണക്കായിരുന്നു. അത് പുള്ളിയുടെ കഴിവാണ്. ചെയ്ത് മാറിയത് ഞങ്ങളുടെ കഴിവാണെങ്കിലും ആ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര സപ്പോർട്ടീവാണ്. കാര്യം ഇത്ര സീനുകൾ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. നിൻ്റെ ഒരു കഴിവനുസരിച്ചാണല്ലോ എൻ്റെ അടുത്ത്. നീ സ്ലോ ആണെങ്കിൽ എത്ര ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. 10 സീൻ ചാർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ 6 സീൻ ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. നീ സ്ലോ ആണെങ്കിൽ DOP ഡയറക്ടർ സ്ലോ ആണെങ്കിൽ നമുക്ക് 2 സീനോ 3 സീനോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. ഇതൊരു സിങ്ക് ഉണ്ടായിരുന്നു. അതായത് ചോദിച്ച് പറയാതാണ്. എടാ നിനക്ക് നാളെ അലമ്മ ചെയ്യാൻ പറ്റുമോ, അതായത് നിനക്ക് എത്ര സാധനം ചെയ്യാൻ പറ്റുമെന്നും പുള്ളി നമ്മോട് ചോദിക്കാതെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി പുള്ളിയെ മനസ്സിലാക്കി ഞങ്ങൾ ചെയ്യുകയാണ്. അത് ബേസിക്കലി അവിടെ ഭയങ്കര ഒരു മനസ്സിൻ്റെ ഐക്യം ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. അത് ഞങ്ങൾ 3 തമ്മിലല്ല, എല്ലാവരും തമ്മിൽ. ആ സെറ്റിൽ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത സത്യേട്ടനോ അനുചേട്ടനോ ഉൾപ്പെടെ ഇങ്ങനെ മേളിൽ സിയാദൊക്കെ വരെ പ്രൊഡ്യൂസർ സിയാദൊക്കെ വരെ എല്ലാവരും തമ്മിലൊരു മാനസിക ഐക്യം ഉണ്ടായിരുന്നു. മനസ്സിൽ കാണുന്നത് ചെയ്യുക. 1-2 ഒരുപാട് സിറ്റുവേഷൻസിൽ ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇതൊക്കെ ക്യാമറയുടെ വിളിക്കുമ്പോൾ രഞ്ജിത്ത് എന്നോട് ഇങ്ങോട്ട് പറയും. അതിനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം അത് കോയിൻസിഡൻസ് ആയിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സിനിമയിൽ. പിന്നെ പ്രൊഡ്യൂസർ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഭാഗ്യമാണ്.
പറയാം പണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. സിയാർ പോക്കറാണ്, ഭയങ്കര സീനിയർ പോലീസുകാരാണ്, പഴയ പോലീസുമാർ ഭയങ്കര കർഷക്കാരാണെന്നൊക്കെ പറയുന്നത്. വർക്ക് തുടങ്ങിയതിന് ശേഷം അതൊക്കെ മാറിപ്പോയി. പുള്ളി ഭയങ്കര കൂളാണ്, പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം ഒന്നുകൂടെ സ്ഥലങ്ങളിൽ ഞാൻ ചില ഷോർട്സൊക്കെ എടുത്തിങ്ങനെ പോലെ താൻ ശരി നന്നായ പോലെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തൊരു ഇതുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഞങ്ങളത് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ മാക്സിമം ചെയ്ത് മാറാൻ തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. പുള്ളി എൻ്റെ അടുത്ത് തുറന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ പ്ലാൻ ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാണുന്ന ദിവസങ്ങളൊക്കെ അതൊന്നും പ്രശ്നമില്ല, സിനിമയല്ലേ, അത് ബാക്സൈഡ് ചെയ്തു എന്നൊരു ഫ്രീഡം തന്നിരുന്നു. പക്ഷെ ആ ഫ്രീഡം തന്നത് ഞങ്ങളത് ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിച്ചില്ല. ഞങ്ങളത് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണം, ഏതൊരു പോലീസൊക്കെ ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തു. അതൊരു ഭയങ്കര ബേസിക്കലി ക്രൂ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു, ഭയങ്കര നല്ല ക്രൂ ആയിരുന്നു എല്ലാവരും. അത് ഓരോരുത്തരും എടുത്ത് പറയുന്നത് ഈവൻ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഞങ്ങളുടെ പടത്തിൽ വർക്ക് ചെയ്ത ഡ്രൈവേഴ്സ് ജോണേട്ടൻ, ജന്നം, ജോസേട്ടൻ, ഗോപൻ, ഇവർ നല്ലൊരു ബേസിക് നമ്മുടെ ടാങ്കും. പിന്നെ മറ്റു ഡ്രൈവേഴ്സ് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇവരുൾപ്പെടെ എല്ലാവരും ഭയങ്കര ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്യും. അതായത് ഡ്രൈവേഴ്സൊക്കെ വിചാരിച്ചാൽ നമ്മൾ സുഖമായിട്ട് ദിവസം ഷോട്ടിൽ ചെയ്യും. ഇപ്പോൾ ഒരു 9:30 ആർട്ടിസ്റ്റിനെ കൊണ്ടെത്തിക്കാൻ അവർ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു 10 മണിക്കോ 10:30 കൊണ്ടുവരും. എന്നിട്ട് ന്യായവും പറയാം, അതൊന്നും പറയാൻ പറ്റില്ല, കാര്യം ട്രാഫിക് ആയിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അവർ പോലും 9 എന്ന് പറയുന്നത് നമ്മൾ 9:20 സെറ്റ് എത്തിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ഒരു നിലപാടിലായിരുന്നു നോക്കിയത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ 6 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ഡ്രൈവർമാരെല്ലാവരും താഴെ വണ്ടി ഹോട്ടലിൽ താഴെ എല്ലാവരും റെഡിയായി. അത് ഭയങ്കര അനുഭവമായിരുന്നു. സിനിമ എന്ന് പറയുന്നത് ടിപ്പിക്കൽ നമ്മളെപ്പോഴും സാധാരണ സിനിമ സെറ്റിൽ കാണുന്നൊരു ഭയങ്കര ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഇതിനോടൊരു അതിൻ്റെ അർത്ഥം ഞങ്ങൾ സീരിയസ് ആയിട്ടല്ല അതിനെ അപ്രോച്ച് ചെയ്തെന്നുള്ളതല്ല കേട്ടോ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സെറ്റുകളിലൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മൾ അതിനോട് അപ്രോച്ച് വളരെ സീരിയസ് ആയിരിക്കും. എല്ലാവരും തമ്മിലുള്ള ഭയങ്കര കോഷൻ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇൻസ്റ്റഡ് ഞങ്ങളവിടെ എന്തോ എല്ലാവരും നമ്മൾ ഭയങ്കര ഒരു ഫാമിലി അപ്രോച്ച് ആയിരുന്നു. ആർക്കും അങ്ങനെ ഒരു ടെൻഷനോ ഒരു സിനിമയാണ് നമ്മുടെ സിനിമ കൊണ്ടിരിക്കാൻ അതൊരു ഹൈറാർക്കിക്കൽ സിസ്റ്റമൊന്നും ഞങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല. അത് ചെയ്യുന്ന പണികൾ അവരോട് ചെയ്യാതിരിക്കുമ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ വരും. പക്ഷേ സഹായിച്ച് ആർക്കും ഒന്നും കിട്ടില്ല. എല്ലാവരും വളരെ ആത്മാർത്ഥയോടെ ഒറ്റ മനസ്സോടെ പടം ചെയ്ത് തീർക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ നേരത്തെ പാക്കപ്പ് ചെയ്യാനും സാധിച്ചു.